ഹായ് ഡിയർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ യൂണിവേഴ്സ് സ്പീക്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ റിച്വൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും വിചാരിക്കും, ഓ ഇതൊക്കെ ഉടായിപ്പ, ഇതൊക്കെ തട്ടിപ്പ എന്ന്, അല്ലേ? പക്ഷെ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് അതിന് പ്രൂഫും കൂടി വയ്ക്കാൻ വേണം, അല്ലേ? നമുക്ക് അതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു 2025. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് 60 to 64K ആണ് എനിക്ക് ഹോസ്പിറ്റൽ ബില്ല് മാത്രം അടച്ചത്. ഹോസ്പിറ്റൽ ബില്ല് മാത്രം 64K അടുത്താണ് ഞാൻ അടച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്താണ്, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലും നമുക്കൊരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടല്ലേ. എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നല്ലോ, ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പിന്നെ അറിയാലോ, നമുക്കൊരു ഡൗൺഫോൾ വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഐസിലങ്ങ് എസ്കേപ്പ് ആവും. അത് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും. ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി നമ്മുടെ ഡൗൺഫോളിൽ തന്നെയാണ്. അപ്പോ ഞാനിപ്പോ പറയാൻ വന്നത്, അപ്പൊ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ആ ടൈമിൽ ഇൻഷുറൻസ് റിജക്റ്റ് ആയപ്പോൾ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചു. അതിനുശേഷം ഞാൻ റീഇംബേഴ്സ്മെന്റ് അപ്ലൈ ചെയ്തു, അതും റിജക്റ്റ് ആയി. പിന്നെ എവിടെ ഹോപ്പ് ഇരിക്കുന്നത്? എന്റെ രണ്ടും റിജക്റ്റ് ആയി. ഹോസ്പിറ്റലിലെ ക്ലെയിം റിജക്റ്റ് ആയി, ക്യാഷ്ലെസ് റിജക്റ്റ് ആയി, റീഇംബേഴ്സ്മെന്റ് റിജക്റ്റ് ആയി. ടോട്ടലി ഞാൻ ഡൗൺ ആയി, സ്വാഭാവികമായിട്ട് ഡൗൺ ആയി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വിചാരിച്ചു, ആ ക്യാഷ് പോയി, ഇനി അത് കിട്ടാനൊന്നും പോണില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ഞാനൊരു 5 മാസം അങ്ങനെ അങ്ങ് പോയി. എനിക്ക് ബുദ്ധിയിലൊന്നുമില്ല, ഒന്നും തെളിയുന്നില്ല, ഒന്നുമില്ല, അങ്ങനെ അങ്ങ് പോയി. പെട്ടെന്ന് എനിക്കൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നഷ്ടമില്ലാത്ത കാര്യമല്ലേ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതെന്റെ ജേർണലാണ്. ഓക്കെ, മൈ ജേർണി വിത്ത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്ന ഒരു ബുക്കാണ് ഇത്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ എഴുതി വച്ചു. ഡിസൈഡ് റിയാലിറ്റി, ഐ റിസീവ് ദ ഇൻഷുറൻസ് ക്ലെയിം ഹെൽത്ത് ഇൻഷുറൻസ് അറൌണ്ട് 40K to 50K, താങ്ക് യു എന്ന് എഴുതിയിട്ട് ഓഗസ്റ്റ് 2025 ഞാനിത് എഴുതുന്നത്. ഇത് ഞാനൊരു പ്രൂഫിന് വേണ്ടിയിട്ട് ഒട്ടിച്ചു വെച്ചതാണ്. കാരണം മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുമെന്ന് നമ്മൾ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പൊ നാളെ ഒരു കാലത്ത് ഇത് വർക്ക് ആകുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാം എന്നുള്ളൊരു ധൈര്യത്തിൽ, ഒരു ഉറപ്പിൽ ഒട്ടിച്ചു വെച്ചതാണ്, പേസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഞാനിത്. ഇന്ന് എനിക്കിത് നിങ്ങളെ കാണിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഞാൻ കരുതുന്നുള്ളൂ. അപ്പോ ഈ